പൊന്നാണിയിൽ ഇവിടം വരെ വന്നിങ്ങാണ്ട് മുട്ടപ്പത്തിലും ബീഫ് അടിച്ചു പോയാൽ മാത്രം ശരിയാവില്ലല്ലോ. ഇന്ന് ചരിത്രം പഠിച്ചിട്ട് തന്നെ പോകണം. നമ്മൾ മാത്രമല്ല കേട്ടാ, മദർസിന്ന് കുറെ ചെറിയ മക്കൾ ഉസ്താവന്മാര് പിടിച്ചു വലിച്ചു കൊടുത്തു. കാലും കേക്കി പള്ളിന്റെ ഉള്ളിൽ കയറിയപ്പോ മോനെ 500 വർഷമുള്ള പള്ളിയല്ലേ, അതിന്റെ പ്രൗഡിന്റെ പള്ളി. പിള്ളേർക്ക് വെള്ളം കണ്ടപ്പോ വണ്ടറിലേക്ക് ടൂർ പോയ എക്സ്പീരിയൻസ്. പള്ളിന്റെ ഉള്ളിൽ കയറിയപ്പോ വലിയൊരു വിളക്ക്, പണ്ടത്തെ കാലത്ത് ലൈറ്റ് ഒന്നും ചെയ്യുന്നല്ലോ, അതേ ഇരുന്നാലും നിന്ന് കത്തിന്നു. അവിടെ മാത്രല്ല കേട്ടാ, കാണാൻ ഇനിയും സ്ഥലമുണ്ട്. ഭാഗത്തേക്കൊക്കെ കയറിയ മോനെ. ഇത്ര കാലം ഇവിടെ വന്നിട്ട് കയറാതെ പോയാൽ ഇപ്പോഴാണ് ഞാൻ കയറി. ഇടയിൽ അവിടുത്തെ ഉസ്താദ് മക്കളോട് ഞങ്ങൾ ചരിത്രം ചോദിച്ചു. അത് ഞാൻ ഇവിടെ വിളമ്പിയാൽ നിങ്ങൾ ഇന്നെ പിടിച്ച് എയറിലിടും. കാണാൻ ബുദ്ധിയുള്ളവരൊക്കെ ഇവിടെ വന്ന് കണ്ടോളൂ. ഫുള്ളായിട്ട് തേക്കിൽ പണിഞ്ഞ ഈ പള്ളി നിങ്ങൾക്ക് വേറൊരു എക്സ്പീരിയൻസ് ആവും. ഏറ്റവും മുകളിൽ പോയാണ്ട് മക്കളെ ഒരു വ്യൂ പോയിന്റ്. ഇതിന്റെ ഉള്ളിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നെ പോലെ തൊരപ്പനാവും. സൂചി കയറ്റാൻ സ്ഥലം കിട്ടിയ തോട്ടി കയറ്റണം. ഞമ്മക്ക് ഇതൊക്കെ എന്ത്. ആ വ്യൂ പോയിന്റിൽ പോയി യാമ തലരണമായിട്ട് തലട്ട് നോക്കിയാലുണ്ടല്ലോ, പൊന്നാനി മൊത്തം കാണാൻ നിങ്ങൾക്ക്. അതും കഴിഞ്ഞ് നേരെ പിടിച്ച് നാട്ടിൽ നമ്മുടെ പോക്കിലാണ് അറിയുന്നത്. 8:30 ആയിട്ടുള്ളൂ. നമ്മുടെ ചെക്കനോട് പറഞ്ഞ് പറപ്പിച്ച് വിടുവാപ്പാന്ന്. അങ്ങനത്തെ കാര്യത്തിനൊക്കെ എന്താ ഒരു ആത്മാർത്ഥത. നിങ്ങൾ പിന്നെ ഇതിനായിട്ട് ഇറങ്ങുന്ന പിള്ളേരൊന്നല്ല, നല്ല സോലിയത്തായ മക്കളാ. ഞങ്ങളെ പറ്റി നാട്ടിൽ അന്വേഷിച്ചാൽ മതി. പിന്നെ ഇത് പോണ പോക്കിൽ കാണുമ്പോ ഒരു മനസ്സുഖം. രണ്ടും ചിരിക്കണ ചിരി കണ്ട, അതും കൂടി കണ്ടപ്പോ അവർക്ക് സന്തോഷമായി. പറക്കും തളിക്കന്റെ അടുത്തെത്തിയപ്പോ കഴിഞ്ഞ കഥ.